നമ്മൾ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു. നമ്മളെ ആങ്സൈറ്റി, സ്ട്രെസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ മൂഡ് സ്വിങ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടതാണ് നമ്മളെ ലെവൽ ഓഫ് ഹൈഡ്രേഷൻ. അതായത് നമ്മളെ ബോഡിയിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള വെള്ളം നമ്മളൊരു ദിവസം കുടിക്കുന്നുണ്ടോ എന്നുള്ളത്. അത് ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഒരു 2 ലിറ്റർ ടു 3 ലിറ്റർ കുടിക്കണം എന്നൊക്കെ പറയാം. എന്നാലും അതിൽ ഇൻഡിവിജ്വൽ വേരിയേഷൻ ഉണ്ടാവും. നിങ്ങൾ അറ്റ് പ്രസൻറ്റ് കുടിക്കുന്ന വെള്ളം കറക്റ്റാണോ അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി. അതിൽ ഒന്നാമത്തത് നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നത് എപ്പോഴും ക്ലിയർ ആണോ അതോ ഒരുപാട് ഡാർക്ക് കളർ, നല്ല ഹൈ യെല്ലോ കളറാണോ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഹൈഡ്രേഷൻ സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാവും. നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് അത് എപ്പോഴും നല്ല യെല്ലോ കളറാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം ആവശ്യത്തിന് കുറവാണ്. എപ്പോഴും ക്ലിയർ ആണ് എല്ലാ സമയത്തും, ഏതെങ്കിലും ഒരു സമയത്തല്ല, രാവിലെ ഉച്ചയ്ക്ക് രാത്രിക്ക് യൂറിൻ ക്ലിയർ ആയിട്ടാണ് പാസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പരിധി വരെ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത് നമുക്ക് ഹൈഡ്രേഷൻ നോക്കാൻ നമ്മളെ നാവ് നോക്കാൻ പറ്റും. നിങ്ങളെ ടങ് എപ്പോഴും നാവ് ഡ്രൈ ആയി ഉണങ്ങിയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ ഹൈഡ്രേഷൻ മതിയായ അളവിലില്ല. നേരെ മറിച്ച് നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആണെങ്കിൽ നാവും ചുണ്ടൊക്കെ അത്യാവശ്യം വെറ്റായിരിക്കും. അപ്പം അങ്ങനെ വെച്ച് നോക്കാം. പിന്നെ മൂന്നാമത് നോക്കാൻ പറ്റുന്നത്, അത് സാധാരണ ആളുകൾക്ക് പറ്റൂല, തീരെ വെള്ളം കുടിക്കാത്ത ആളുകൾക്കാണ്. നമ്മൾ സ്കിന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ടാവും. അങ്ങനെ വലിച്ചു കഴിഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കിന്ന് പഴയ പോലെ തന്നെ പോവും. വളരെയധികം ഡീഹൈഡ്രേറ്റഡ് ആണ്, നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് വളരെ സ്ലോ ആയിട്ടാണ് അത് തിരിച്ചു പോവുക. അപ്പോൾ ഈ 3 ലക്ഷണങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമുണ്ടോ, അതുപോലെ തന്നെ നിങ്ങളൊരു ദിവസം ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും.